താരപ്പകിട്ടിലേക്ക് സ്വാഗതം. വചനം, ആര്യൻ, നാടുവാഴികൾ, മഴവിൽ കാവടി, ജാതകം, പാദമുദ്ര, അങ്ങനെ എത്ര സിനിമകൾ മലയാളികൾക്ക് ഓർക്കാൻ ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട ആക്ട്രസും എൻ്റെ ആത്മമിത്രവുമായ സിത്താരയാണ് ഇന്ന് നമ്മളോടൊപ്പം. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് അഭിമാനത്തോടെ ഞാൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഹലോ ഹലോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഒരുപാട് നാളുകൾക്ക് ശേഷം. സത്യം അല്ലേ, ഞാൻ ഇത്രയും നൊസ്റ്റാൾജിക് ആയിട്ട് വളരെ ഗൃഹാതുരത ഉണർത്തുന്ന ഒരുപാട് കാര്യം പറഞ്ഞെങ്കിലും വീണ്ടും ഞാൻ അതിലൊരു ചെറിയ കറക്ഷൻ. കാര്യം യു ആർ വെരി മച്ച് അപ്ഡേറ്റഡ് ആൻഡ് ലൈവ്ലി ബിക്കോസ് ലാലേട്ടൻ്റെ പുതിയ പ്രോജക്റ്റായ ജനത ഗാരേജിൽ വരെ ഉണ്ട്. അപ്പം മലയാളത്തിലില്ലെങ്കിലും തെലുങ്ക് അതർ ലാംഗ്വേജസിൽ വളരെ ലൈവായിട്ട് നിൽക്കുന്നു. എങ്ങനെ പോകുന്നു സിനിമകളൊക്കെ? തെലുങ്കിലാണ് കൂടുതലും സിനിമ ചെയ്യുന്നത്. തെലുങ്ക്, കന്നഡ, തമിഴ്. അതുകൊണ്ട് ബാഹുനാര എന്നൊക്കെ പഠിച്ചാണ് ഞാൻ വന്നത്. മലയാളം മറന്നു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ തെലുങ്കിൽ 3 സിനിമ ചെയ്യുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ആദ്യം ലാലേട്ടൻ്റെ സിനിമ ചോദിച്ചുകൊണ്ട് അത് പറയാം. ആ പടത്തിൻ്റെ പേര് ജനത ഗാരേജ്. അപ്പോൾ ലാലേട്ടൻ്റെ ജോഡിയായിട്ടല്ല, എൻ്റെ ജോഡി അതിനകത്ത് സുരേഷാണ്. തമിഴിൽ എൻ്റെ വളരെ പോപ്പുലർ ഒരു സിനിമയുണ്ട് പുതുവസന്തം. പിന്നെ ഞങ്ങൾ തെലുങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. സുരേഷാണ് എൻ്റെ നായകൻ. ലാലേട്ടനെ ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഗുരു എന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഒരു 17 വർഷമായി തോന്നുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ അതിൻ്റെ ഹീറോ വന്നിട്ട് NTR ജൂനിയറാണ്. ലാലേട്ടൻ അതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അഭിനയിക്കുന്നു. പിന്നെ തെലുങ്കിലെ എൻ്റെ 2 പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ തമിഴിൽ വളരെ പോപ്പുലറായിട്ടുള്ള AM രത്നം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ. അതിൽ ജഗപതി ബാബുവാണ് എൻ്റെ നായകൻ. ജഗപതി ബാബു ഈസ് ഓൾസോ അവിടുത്തെ ഹീറോ ആണ്. പിന്നെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ വന്നിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് എൻ്റെ പേരായിട്ട് അഭിനയിക്കുന്ന. അതൊരു ലേഡി ഡയറക്ടറാണ്, സഞ്ജന എന്ന് പറഞ്ഞിട്ട്. അവർ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാണ് തെലുങ്കിൽ. ഷി ഡിഡ് സോ മെനി ആഡ് ഫിലിംസ്. ഇപ്പോൾ അവർ രാം ഗോപാൽ വർമ്മയുടെ കൂടെയും സഞ്ജയ് ലീല ബൻസാലിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ഒരു ഇതാണ്. ഒരു സുഖമുണ്ട് ഒരു ലേഡി ഡയറക്ടർ ആക്ഷൻ കട്ട് പറയുന്ന കേൾക്കാനും. സത്യം, വെരി എഫിഷ്യൻറ്റ് ലേഡി. നേരത്തെ പറഞ്ഞു, ഞാനൊന്ന് നോട്ട് ചെയ്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹീറോ സുരേഷ് പുതുവസന്തത്തിലാണ് ഇപ്പോഴും. ആക്ച്വലി ഇറ്റ് ഈസ് വെരി കമൻറ്റബിൾ എന്നൊക്കെ പറഞ്ഞാലും അതിനൊക്കെ അപ്പുറത്ത് യു മാനേജ് യുവർ സെൽഫ് ഇൻ സച്ച് എ നൈസ് വേ എന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഒരു തികഞ്ഞ സൗന്ദര്യം എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് അസൂയതോടെ ചോദിക്കാൻ ഞാൻ. കാര്യം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 80s 90s അല്ലെങ്കിൽ 2000 ഒപ്പം വർക്ക് ചെയ്തൊരു ഹീറോയുടെ കൂടെ അന്നത്തെ ഹീറോയിനെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് സംശയമാണ്. അല്ല, മെയിൻറ്റെയിൻ വണ്ണം വയ്ക്കാൻ ഇഷ്ടമല്ല, അതെനിക്കറിയാം. അതിൽ അസൂയുണ്ട്. വെൽക്കം ടു അവർ ക്ലബ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ സൗന്ദര്യത്തിൻ്റെ താങ്ക്സ് ടു മൈ പാരൻസ് എനിക്ക് തോന്നുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും തെലുങ്കിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. സത്യം. ഇന്നിപ്പം ജയന്തിയുടെ മുമ്പിൽ ഇരിക്കുന്നതും അതൊരു കാര്യമാണ്. ഇൻഡസ്ട്രിയിൽ ഇല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? സത്യം. അല്ല, അത് ആക്ച്വലി മലയാളികൾക്ക് എപ്പോഴെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുമ്പോഴും എയർപോർട്ടിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ ആൾക്കാരെ കാണുന്നത്. അപ്പം അത്രത്തോളം ചിലപ്പോൾ തെലുഗുൽ ലൈവാണെന്ന് അവർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ വന്ന് ഇങ്ങനെ മിസ് ചെയ്യുന്നു, അയ്യോ മാഡം എവിടെ, അങ്ങനെയൊക്കെ വന്ന് ചോദിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മലയാളികൾ എന്നെ ഞാൻ ചെയ്ത സിനിമകളൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഓർക്കുന്നു എന്ന് വെച്ചാൽ അവിടെയും എനിക്ക് സത്യം പറഞ്ഞാലുണ്ട്, യു ആർ ലക്കിയസ്റ്റ് പേഴ്സൺ, യു ആർ ദ ലക്കിയസ്റ്റ്. കാര്യം എല്ലാ ലെജൻസിൻ്റെയും കൂടെ എല്ലാ നല്ല സിനിമകളും എല്ലാ നല്ല പാട്ടും ചെയ്തു വെച്ചിട്ടാണ്. അതെ, പ്രത്യേകിച്ച് എല്ലാവരും എന്നെ കാണുമ്പോൾ കൂടുതലും റിലേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു രാജഹംസമേ. സത്യം. പിന്നെ വചനത്തിലെ പാട്ട് റൊമാൻറ്റിക് സോങ് ആണ് ആ സോങ്. അപ്പോൾ ഇപ്പോഴും ആ സിനിമകളെല്ലാം എൻഡ് ഓഫ് 80s 90s വന്ന സിനിമകളാണ്. അപ്പോൾ ഇപ്പോഴും എന്നെ കാണുമ്പോൾ അവർ ആ സിനിമകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം എനിക്ക് സന്തോഷമുണ്ട്. കാരണം വളരെ കുറച്ച് സിനിമ ഞാൻ ഇപ്പോൾ തെലുങ്കിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാലും എൻ്റെ തുടക്കം മലയാളമാണ്, ഞാൻ മലയാളിയാണ്. അപ്പോൾ ആ സമയത്ത് ചെയ്ത സിനിമകൾ ഇപ്പോഴും ഓർക്കുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എല്ലാവരും ചോദിക്കും മലയാളത്തിൽ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ല
എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. തിരിച്ചു വരണം, അഭിനയിക്കണം എന്നൊക്കെ പറയാറുമുണ്ട്. അപ്പൊ മറുപടി എന്ത് പറയും? അല്ല, മറുപടി എന്ന് പറഞ്ഞാൽ അത് സിനിമ വരുമ്പോഴല്ലേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. വെറുതെ ഒരു സിനിമ ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. വെറുതെ ഒരു സിനിമ ചെയ്യണം എന്ന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വന്നത് സൈഗാൾ പാടുന്നു. കാര്യം മലയാളത്തിലെ വളരെ പ്രമുഖനായ പ്രശസ്തനായ ഡയറക്ടർ സിബി മലയിലിൻ്റെ മൂവിയാണ്. പാട്ടിന് പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും സംഗീതത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. പക്ഷെ സൈഗാൾ പാടുകയില്ല, അതിനപ്പുറം 2 വേഷങ്ങളിലായിട്ടാണ് എത്തുന്നത്. ആൻഡ് തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ എത്രമാത്രം ചെയ്യാനുണ്ട്, എന്ത് നല്ല സിനിമയാണ്. പക്ഷെ അത്രയും ഇമ്പോർട്ടൻസ് ആ സിനിമയ്ക്ക് കിട്ടിയോ? ഇല്ല. വളരെ വിഷമമുള്ളൊരു ഇതാണ്. ചോദിച്ചുകൊണ്ട് ഞാനത് പറയാൻ പറ്റിയ അവസരം ഞാൻ അതിനെ ഉപയോഗിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം. സിബി മലയിൽ സാറിൻ്റെ എല്ലാ സിനിമകളും എനിക്കിഷ്ടമുള്ള സിനിമയാണ്. ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ്. നമ്മളപ്പോൾ സിനിമയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കിരീടമാവട്ടെ, ഹിസൈനസ് അബ്ദുള്ള, മായാമയൂരം, ദേവദൂതൻ, ഭരതം, ലിസ്റ്റ് ഓഫ് സിനിമാസ്. ഞാൻ പറയും കളക്ഷന് വെക്കാം, നമ്മൾ യുനോ യു ക്യാൻ കീപ് ഇറ്റ് ഇൻ യുവർ ലൈബ്രറി എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ട് ദേവദൂതനിലെ ജയപ്രദയുടെ ക്യാരക്ടർ എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ മായാമയൂരത്തിലെ ശോഭനയുടെ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നല്ല സിനിമകൾ കാണുമ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മൾ റിലേറ്റ് ചെയ്യുമല്ലോ, അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. സത്യം, എനിക്ക് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു ചെറിയ ഡിവിഷൻ, ഐ റെസ്പെക്ട് യു എ ലോട്ട് സിത്താര. ഇതുപോലെ ഞാൻ ഒരുപാട് ഞാൻ ഈ വിശേഷങ്ങൾ പങ്കുവെച്ചപ്പോൾ ഏതെങ്കിലും അബ്രവാളിൽ ഒരു സിനിമ കണ്ടല്ല, അയ്യോ ആ ക്യാരക്ടർ എനിക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 199% കിട്ടിയിരിക്കുന്നത്. അല്ല, അങ്ങനെ നമ്മൾ ആലോചിക്കാറില്ല, അവർ ചെയ്തത് ദ ബെസ്റ്റ്, അപ്പം പിന്നെ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യണം. പക്ഷെ അതിനൊരു മറിച്ചൊരു ഉത്തരം കിട്ടിയപ്പോൾ എന്താ പറയുക, ഞാൻ എവിടെ എത്തി, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിന്റെ ഒരു ഇതാണ്. അപ്പോഴൊന്നും എനിക്ക് സാറിനെ വിളിച്ചിട്ടില്ല, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇൻ ദ 90s. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ തമിഴിലേക്കുള്ള എൻട്രി തന്നെ വരുന്നത് 89-ലാണ്. പുതുപുതുവർത്തങ്ങൾ എന്ന സിനിമ കെ ബാലചന്ദ്ര സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെയും ഭാഗ്യമുണ്ട്. അതെ, എവിടെയെങ്കിലും കുറച്ചെനിക്ക് ഇന്റർവ്യൂ തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു സംവിധായകനാണ്. അപ്പോഴാണ് ഇങ്ങനെ ഈ സിനിമയെക്കുറിച്ചൊരു ഇത് വരുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ മാനേജർ ഇങ്ങനെ പറഞ്ഞു, ഒരു മലയാളം സിനിമ ഇങ്ങനെ, അപ്പോൾ അതെന്തോ ഒരു ഏജ്ഡ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഏതാന്നൊന്നും ചോദിച്ചാൽ അങ്ങനെയാണ് എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതി പറഞ്ഞതാണ്. പിന്നെയാണ് സിബി മലയിൽ സാർ എന്നെ നേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ സാറ് വിളിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതാണ് ക്യാരക്ടർ, അപ്പോൾ ഒരു 25 ഇയേഴ്സും തോന്നണം, ഒരു 50 ഇയേഴ്സും തോന്നണം. അപ്പോൾ സാറ് ക്യാരക്ടർ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അതെനിക്കൊരു ചാലഞ്ചായിട്ട് തോന്നി. പിന്നെ അങ്ങനെ ഒരു സംവിധായകന്റെ കയ്യിലാവുമ്പോൾ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു നല്ല ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിലിം മേക്കേഴ്സിന്റെ ഡെഫിനറ്റ്ലി. ഞാനൊരു ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ് ആണ്. അവർ നമ്മളെ എങ്ങനെ മോൾഡ് ചെയ്യുന്നോ ഞാൻ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ എന്നാലും ഇറ്റ് മാറ്റേഴ്സ്. അപ്പൊ അദ്ദേഹത്തിനെ പോലെ ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുമ്പം എനിക്കൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. അങ്ങനെയാണ് ആ സിനിമ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് മധുപാലിന്റെ പെയറായിട്ടാണ് 25 ഇയേഴ്സും തോന്നണം, ഈ 50 ഇയേഴ്സും തോന്നണം. സോ ആ 50 ഇയേഴ്സിന്റെ ഒരു ഇതിന് വന്നിട്ട് ഞാൻ കുറച്ച് സാധാരണ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും ആ ഒരു ഏജ്ഡ് ഇതായിട്ട് തോന്നാനായിട്ട് കുറച്ച് വെയിറ്റ് കൂടി. ആക്ച്വലി നമ്മുടെ പ്രായത്തിൽ അല്ലെങ്കിൽ നമുക്ക് യങ് ഏജിൽ ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. ബട്ട് പ്രായത്തിൽ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ അല്ലേ ഓരോ മൂവ്മെന്റിലും ശ്രദ്ധിക്കും, കുറച്ച് സ്ലോ പേസിലൊക്കെ അല്ലേ, അതൊക്കെ ഇങ്ങനെ എത്രത്തോളം ശ്രദ്ധിച്ചു, എത്രത്തോളം അതൊരു ബുദ്ധിമുട്ടായിരുന്നു? അല്ല, ഞാൻ ബിക്കോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഐ ലുക്ക് യങ്ങർ ദാൻ മൈ ഏജ്. അപ്പൊ അതെനിക്ക് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. എന്റെ പ്രായം അതിൽ കുറച്ചുള്ളത് ഇസ് ഈസി. സത്യം, നമ്മളെപ്പോഴും പറയുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു ഇത് തോന്നിക്കാനായിട്ടാണ് ഞാൻ ഇത് വെയിറ്റ് കൂട്ടിയത്. അപ്പൊ അത് കഴിഞ്ഞ് ഈ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കോസ്റ്റ്യൂമും അതിനകത്ത് ഈ മുണ്ടുന്നേറിയതുമാണ് ആ ഒരു ഇത് വരുന്നത്. നാച്ചുറലി നമുക്ക് ആ ഒരു ഇത് വരും. നമ്മൾ തന്നെ ഒരു സ്ലോ പേസിൽ നമ്മൾ കോൺഷ്യസ് എഫേർട്ട് എടുക്കണം. പിന്നെ ആ സീൻസും അതിന്റെ ആ മൂഡും ഒക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അദ്ദേഹത്തിനെ പോലെ ഒരു ഡയറക്ടറുടെ ഒരു ഗൈഡൻസും കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അത് അങ്ങനെ അങ്ങ്
ആൻഡ് ഗ്രേറ്റ് റിവ്യൂസ് ഓൾസോ. ഇപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ പലരും പറയും, മാഡം ആ സിനിമ കണ്ടിരുന്നു, എന്തൊരു നല്ല സിനിമയാ, പക്ഷെ പിന്നെ നമ്മൾ ഒന്നും കൂടെ കാണണമെന്ന് നോക്കിയപ്പോൾ അത് തിയേറ്ററിൽ ഇല്ല. പലർക്കും അത് കാണാൻ പറ്റില്ല. സത്യം, നല്ല സിനിമകൾ തിയേറ്ററിൽ ഓടുന്നില്ല എന്നുള്ള കേൾക്കുമ്പോൾ മാനസികമായിട്ട് വളരെ വിഷമമാണ്. എന്ത് പരിഹാരം എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ നല്ല സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അത് എപ്പോഴെങ്കിലും ടി വിയിൽ വരുമ്പോൾ you will get hundreds of message, I swear you. നല്ല സിനിമയാണ്, നോട്ട് ബിക്കോസ് ഓഫ് മീ ഓർ എനിത്തിങ്. എന്ന് വെച്ചാൽ നല്ലൊരു സബ്ജക്റ്റ്. ആ സിനിമയുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഒരു ആൽക്കഹോളിക് ആയ ഒരു മകൻ്റെ വിഷമങ്ങൾ, അത് ഉണ്ടാക്കുന്ന ഫാമിലിയിൽ ഉണ്ടാക്കുന്ന ടെൻഷൻസ്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം അത് ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നന്നായിട്ട് ആ സിനിമ എടുത്തിട്ടുണ്ട്. നല്ല ഷൈൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സ് അതിനകത്ത് എടുത്ത് പറയാൻ, ഈവൻ തിയേറ്റർ ബേസ് ആയിട്ടുള്ള കുറച്ച് 1-2 ആക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. ഒരു റിയാലിറ്റി ഷോ വന്ന ഒരു ആക്ട്രസ് ഞാൻ തന്നെയായിരുന്നു ബെസ്റ്റ് ആക്ടറിൽ ജഡ്ജായിട്ട് വന്നത്. കള്ളൂടിയനായിട്ടുള്ള ഷൈൻ ഡിഫറെൻ്റ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നു. എക്സലന്റ് പെർഫോമൻസ് എല്ലാവരും, ഓരോ കഥാപാത്രങ്ങളും. നല്ലൊരു സിനിമയായിരുന്നു. നല്ല പാട്ടുകളും, അതിനകത്ത് ഒരു സൂഫി സോങ് ഒക്കെ ഉണ്ട്. നല്ല സോങ് ആണ്. പക്ഷെ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതൊരു വലിയ സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഞാൻ ആലോചിക്കും, വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് സിനിമകൾ തമിഴിൽ. അതുപോലെ എത്ര രജനീകാന്തിനൊപ്പം കോമ്പിനേഷൻസ്, പടയപ്പ. അയ്യോ, അതൊക്കെ എങ്ങനെ ഓർക്കുന്നു പടയപ്പ എന്നും ഒരു പ്ലസന്റ് മെമ്മറിയാണ്. പടയപ്പയുടെ ഡയറക്ടർ KS രവികുമാർ. ഞാൻ പുതുവസന്തം ചെയ്യുമ്പോൾ KS രവികുമാർ അതിൻ്റെ ഡയറക്ടറാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചറാണ് പുരിയാതെ പുതിർ എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ അതിൻ്റെ ഹീറോയിൻ റോളിലാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് ചെയ്താൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞു, രവി ഞാനത് ചെയ്താൽ ശരിയാവില്ല. ഇല്ല സെൻറ്റിമെൻ്റായിട്ട് എൻ്റെ സിനിമ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ? ഐ വോണ്ട് യു ടു ബി ദ ഹീറോയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ഞാൻ ചെയ്താൽ ശരിയാവുമെന്ന്. അപ്പോൾ പിന്നെ അതിനകത്ത് ഒരു സീനും ഒരു സോങ്ങും വരുന്ന കണക്കൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഞാൻ ചെയ്തു. അപ്പോൾ KS രവികുമാറിൻ്റെ ഡയറക്ഷനിൽ ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന അതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹിറ്റായ വേറൊരു സിനിമ ചെയ്തു, നട്പുക്കാക. ശരത് കുമാർ 2 ഡബിൾ റോളിൽ അഭിനയിക്കുന്ന അതേ സെയിം സിനിമ ചിരഞ്ജീവി തെലുങ്കിൽ ചെയ്തപ്പോൾ എൻ്റെ റോൾ ഞാൻ തന്നെ, അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു. അതിനകത്താണ് ആദ്യമായിട്ട് എൻ്റെ കൂടെ പ്രകാശ് രാജ് അഭിനയിക്കുന്നത് തെലുങ്കിൽ. സ്നേഹക്കോസം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹിറ്റായ സിനിമയാണ്. അതും പ്രൊഡ്യൂസ് ചെയ്തത് AM രത്നമാണ്. അത് കഴിഞ്ഞിട്ടാണ് പടയപ്പ. അപ്പോൾ ഈ നട്പുക്കാകയുടെ സമയത്ത് KS രവികുമാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ബിസി ആയിട്ട് കന്നഡ സിനിമ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. സേ ഫ്രം 92 ടു ഒരു 97 വരെ ഒൺലി കന്നഡ ഫിലിംസ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അപ്പോൾ എല്ലാവരും കന്നഡയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ തെലുങ്ക് സിനിമ ചെയ്യുമ്പം അറിയും. ഇവിടെ പക്ഷെ അല്ലു അർജുന്റെ സിനിമകൾ മാത്രമേ അറിയുന്നുള്ളൂ. അപ്പൊ കന്നഡ എങ്ങും അറിയില്ല, ഒള്ളി കർണാടകത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വേറെ ആരും? ഞാൻ പറഞ്ഞു, ഞാൻ ബിസി ഇൻ കന്നഡ. ഐ വോണ്ട് യു ടു കം ബാക്ക് ടു തമിഴ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വാട്ട് വാസ് ദ ഓഫർ? എന്താണ് അങ്ങനെ ഞാൻ വന്ന് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ? അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 17 വയസ്സും തോന്നണം, ഒരു 35 വയസ്സും തോന്നണം. അപ്പോൾ പാവാട ഉടുപ്പിട്ട് പിന്നെ അത് ധാവണി ഹാഫ് സാരി ഇടുന്ന ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച ഒരു കുട്ടിയുടെ അമ്മയായിട്ടുള്ള ഒരു ഇത് വേണം, വേറെ ആരുമില്ല, യു ഹാവ് ടു ഡു. അതൊരു ബുദ്ധിമുട്ടല്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുകാൻ പോകുമ്പോൾ പാവാട ഇട്ട് ഹാഫ് സാരി ഉടുത്തൊക്കെയാണ് ഇന്നും ഞങ്ങൾ പോകുന്നത്. എനിക്കിഷ്ടമുള്ള വേഷമാണ് സത്യം. ഞാനത് സിത്താര അങ്ങനെ ഉടുത്ത് വരുമ്പോൾ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു സീക്രട്ടാണ് എൻ്റെ. എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും പാവാട ഉടുപ്പും ഇടണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഐ മെയിൻറ്റെയിൻ മൈസെൽഫ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഇറ്റ്സ് എ ക്യാരക്ടർ റോൾ, ഞാൻ എങ്ങനെ അത് ചെയ്യും? ബിക്കോസ് ഞാൻ ഹീറോയിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ കഥ പറയാം, ക്യാരക്ടർ കേട്ടിട്ട് യു ഡിസൈഡ്, ഇറ്റ്സ് യുവർ ഡിസിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആ കഥാപാത്രം പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ എപ്പോഴും അതാണ്, എനിക്ക് കൺവിൻസ് ആവണം, ഞാനത് ചെയ്താൽ
നന്നായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നണം. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പടയപ്പ. പടയപ്പയല്ല, അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ റോള് അവർ ഡിസ്കഷനിലിരുന്നപ്പം രജനി സാറാണ് സജസ്റ്റ് ചെയ്തത്, ഇങ്ങനെ സിതാരയെ വിളിക്കാം, അവർ ചെയ്യുമെന്ന് ചോദിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെ രവി വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ സാറ് സജസ്റ്റ് ചെയ്തു വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. പുതുവസന്തത്തിൻ്റെ പോലെയുള്ള കഥാപാത്രമൊന്നും അല്ല, അദ്ദേഹത്തിൻ്റെ സിസ്റ്ററായിട്ടുള്ള റോളാണ്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു രവി അത് ഒരു സീനാണെങ്കിലും ഇറ്റ്സ് ആൻ ഓണർ വർക്കിംഗ് വിത്ത് ഹിം, ഞാനത് ചെയ്യാം, എനിക്ക് ക്യാരക്ടർ പറയണ്ടെന്ന് പറഞ്ഞു. ആസ് എ പേഴ്സൺ എങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നു അദ്ദേഹത്തെ? ഈസ് എ ജെം, വെരി ഹംബിൾ, വെരി ഹ്യൂമെയിൻ, വെരി സിമ്പിൾ പേഴ്സൺ. നമ്മൾ ഇപ്പം ഞാൻ തന്നെ ആദ്യം സെറ്റിൽ പോകുമ്പോൾ നമസ്കാരം പറഞ്ഞു. അപ്പോൾ ഹീ റിമൈൻഡഡ് മീ എവിടെയാണ് ആദ്യം കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ SP മുത്തുരാമൻ സാറിൻ്റെ ഒരു സിനിമ, എൻ്റെ 3rd ഫിലിമാണെന്ന് തോന്നുന്നു തമിഴിൽ, കാവൽ ഗീതം, അതിൽ വിക്രമാണ് എൻ്റെ നായകൻ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് AVM സ്റ്റുഡിയോയിൽ നടക്കുമ്പം രജനി സാറിൻ്റെ വേറൊരു പടം അടുത്ത സെറ്റിൽ നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം മുത്തുരാമൻ സാറിനെ കാണാൻ വന്നു. മുത്തുരാമൻ സാറ് രജനി സാറിനെ വെച്ചിട്ട് 30-35 ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോൾ ഉണ്ട്. അപ്പോൾ എന്നെ അന്ന് വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പുതുവസന്തം കണ്ടു, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല ആക്ട്രസ്സാണ്, കീപ് ഇറ്റ് അപ്പ്, ചൂസ് ചെയ്ത് പടം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ കോൺവെർസേഷൻ അദ്ദേഹം എന്നെ അടുത്ത് സാധാരണ വ്യക്തിയല്ല. അതെ, അപ്പൊ അദ്ദേഹം അത് പറഞ്ഞു. അല്ല, അത് പറയാനും ഒരു വലിയ മനസ്സ് വേണമല്ലേ. മനസ്സിൽ തോന്നുന്ന അഭിപ്രായം, ഈഗോ, പ്രത്യേകിച്ചും ഈഗോ ഫീലിംഗ് കൂടുതലുള്ളതാണ് ഇത്തരം രംഗങ്ങളിൽ. അദ്ദേഹത്തിന് അത് ഒട്ടും ഇല്ലാത്ത ഒരാളാണ്. പിന്നെ നമ്മൾ വിചാരിക്കും അയ്യോ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പരിചയപ്പെടുമുണ്ടും എന്നൊക്കെ. ബട്ട് ഹി മേക്സ് യു വെരി കംഫർട്ടബിൾ. കാരണം അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് നമ്മളുടെ അടുത്ത് ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഇറ്റ് മേക്സ്. പടയപ്പ എന്ന് പറഞ്ഞാൽ രജനി സാർ ഒന്ന്, പിന്നെ ശിവാജി സാറിൻ്റെ മക്കളായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തിരിക്കുന്നത്. അതും ഒരു ഭയങ്കര ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും തമിഴിലും ലെജൻഡ്സിന്റെ കൂടെ വർക്ക് ചെയ്തു എന്ന് പറയുന്നത്. നേരത്തെ വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ക്യാരക്ടർ എന്ന് ചോദിച്ചു, ഇല്ല അതെനിക്ക് പറ്റില്ല. പക്ഷെ ഇതിപ്പം ഐ നോ യു, യുവർ ഹാബിറ്റ്, എല്ലാ രീതികളും എനിക്കറിയാം. പക്ഷേ ഇന്ന് നമുക്ക് പൊതുവിൽ നോക്കിയാൽ ഡിസിഷൻ മേക്കിങ്ങിൽ സ്ത്രീകളെന്ന് പറയുന്നവർ അത്രയും, അവർക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ മേക്കിംഗ്, അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അത്തരം തീരുമാനം എടുക്കാൻ കുറച്ച് പുറകോട്ടാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ സിതാരയ്ക്ക്? എനിക്കറിഞ്ഞൂടെ. ഇപ്പം ഞാൻ സിനിമ നടി ആകണം എന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളല്ല. ഇറ്റ് ഈസ് ഡെസ്റ്റിനി, ഇറ്റ് സോ ഹാപ്പൻഡ് ആണ്. 1-2 സിനിമകൾ വന്ന് ഫോഴ്സ് ചെയ്തതാണ്. ഞാൻ ലൂർദ് മൗണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാവേരി എന്നുള്ള സിനിമ. ഇറ്റ് ഹാപ്പൻഡ്. അപ്പം എനിക്ക് ആക്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സിനിമാ നടി ആവണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സോ അങ്ങനെ ഞാൻ സിനിമയിൽ വന്നതാണ്. അപ്പൊ എനിക്ക് കാവേരി കഴിഞ്ഞിട്ട് അപ്പൊ ദക്ഷിണാമൂർത്തി സ്വാമികൾ അച്ഛനെ വന്ന് കൺവിൻസ് ചെയ്ത് അല്ലെ, അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. ഞാൻ നൂപുരയിൽ ഡാൻസ് പഠിക്കുമായിരുന്നു. അപ്പോൾ കാവേരി എന്നുള്ള സിനിമയുടെ പ്രൊഡ്യൂസർ കമല പണിക്കർ, അവരുടെ മകൾ ഈശ്വരി പണിക്കറും, ഈശ്വരി പണിക്കർ വന്നിട്ട് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഡിസൈപ്പിളായിരുന്നു. ശാസ്ത്രീയ സംഗീതം പഠിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് സിനിമയിൽ പാടണം എന്നുള്ള ഒരു ഇത് വന്നിട്ടാണ് ആ സിനിമ ശാസ്ത്രീയ സംഗീതത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കാവേരി. അപ്പോൾ അവരൊരു പുതുമുഖത്തിനെ തേടി ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ എൻ്റെ സാറാണ് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തല്ല അപ്പോൾ താമസിക്കുന്നത്, എൻ്റെ തറവാട് കിളിമാനൂരാണ്. അപ്പോൾ അവിടെ ദക്ഷിണാമൂർത്തി സ്വാമിയും ഈ കമലാ പണിക്കരും ഈശ്വരി പണിക്കരും വരികയാണ്, വന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ കൈൻഡ് ഓഫ് ഗോട്ട് കണക്റ്റഡ് വിത്ത് ഈ ഈശ്വരി. അപ്പം അവർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പം വി ബിക്കെയിം ക്വൈറ്റ് ഫ്രണ്ട്ലി. അപ്പം ആദ്യമൊന്നും അച്ഛൻ സമ്മതിച്ചില്ല, കാരണം എൻ്റെ ഒരു മകളാണ്, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് സിനിമ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു. ബട്ട് എനിവേ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് എൻ്റെ അച്ഛനെ കൺവിൻസ് ചെയ്ത് എസ് എന്നൊരു ഡിസിഷൻ എടുക്കാനുള്ള ഇത്. അപ്പം അതിനുശേഷം എനിക്കിതിനകത്ത് കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നുമില്ല, ബിക്കോസ് ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് വേൾഡ്. എനിക്ക് പഠിക്കണം എന്നുള്ളൊരിതായിരുന്നു. പക്ഷെ കാവേരിയുടെ ഷൂട്ടിംഗ് സമയത്താണ് ജി അരവിന്ദൻ സാർ അതിൻ്റെ ലൊക്കേഷനിൽ വരുന്നതും ഒരിടത്തെന്നുള്ള സിനിമയെക്കുറിച്ച് അച്ഛൻ്റെ അടുത്ത് പറയുന്നതും. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പഠിക്കണം. അരവിന്ദൻ സാറിന്റെ സിനിമ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഏപ്രിലാണ് എൻ്റെ ഷൂട്ടിംഗ് വെക്കുന്നത്, മാർച്ച് പരീക്ഷ കഴിഞ്ഞ് ഏപ്രിൽ മെയ് വെക്കേഷൻ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് 10th അപ്പം 10th എന്നുള്ളതൊരു പ്രിപ്പറേഷൻ ആണല്ലോ, അപ്പോഴൊക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ല എനിക്ക് വെക്കേഷൻ ക്ലാസ് ഉണ്ട്, എനിക്ക് 10 ദിവസം മതി വന്ന് വർക്ക് ചെയ്യണു എന്ന് പറഞ്ഞിട്ട്
അപ്പം അച്ഛൻ പറഞ്ഞു യു ജി അരവിന്ദ്. അപ്പം ഞാൻ അതിനു മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ചിദംബരം എന്നുള്ള സിനിമ കണ്ടിരിക്കുന്നത്. ആ സമയത്താണ് അത്, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സിനിമയ്ക്ക് മുമ്പ് അതായിരുന്നു. സ്മിത പട്ടേൽ എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആക്ട്രസ് ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ സിനിമ കണ്ടു. അപ്പം അതിൻ്റെ ഡയറക്ടറാണെന്നും കൂടെ അറിയാം. അപ്പം അതുകൊണ്ട് പിന്നെ അതങ്ങ് എസ് പറഞ്ഞു. സോ അങ്ങനെയാണ് പിന്നെ സിനിമകൾ സംഭവിച്ചത്. സിനിമ എൻ്റെ പ്രൊഫഷൻ ആക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് പുതു അർത്ഥങ്ങൾ കെ ബാലചന്ദ്ര സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ത്രീകളുടെ തീരുമാനമെടുക്കാൻ, അല്ല അതിൽ ശരിക്കും നമ്മുടെ ഒരു കുട്ടിക്കാലം നമുക്ക് തരുന്ന ഫ്രീഡം, നമ്മളുടെ ഡിസ്കഷൻസ്, നമ്മളുടെ ആ ഒരു ലോകം, ഇതൊക്കെ എത്രത്തോളം സഹായിക്കും? അല്ല അതിലേക്ക് ഞാൻ വരുമായിരുന്നു. കാരണം ഞാൻ പറയാൻ കാരണം, ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും കാവേരി എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോൾ അവരൊരിക്കലും എന്നോട് പറഞ്ഞില്ല എസ് ഓർ നോ. അവരെൻ്റെ തീരുമാനത്തിലേക്ക് വിട്ടു. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പം അത് എൻ്റെ ഒരു ഇതാണ്. അപ്പം ആ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു, നോക്കട്ടെ. അപ്പം നമ്മുടെ പ്രായം അതാണ്, നമ്മുടെ സ്കൂളിൽ നിന്നുള്ള എൻകറേജ്മെൻറ്റ്, ഫ്രണ്ട്സിൻ്റെ ഇറ്റ് ഹാസ് കം ടു മീ. എൻ്റെ സ്കൂൾ പ്രിൻസിപ്പൽ ബ്രദർ ജൈൽസ് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് കം ടു യു, നിങ്ങൾ അങ്ങോട്ട് തേടിപ്പോയതോ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് വൈ ഡോണ്ട് യു ട്രൈ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്. അപ്പം അതിനുശേഷമോ ഒന്നും തീരുമാനങ്ങൾ എൻ്റെതാണ്. ഈ സിനിമ ചെയ്യണോ വേണ്ടേ, അവരൊരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇത്ര സിനിമ അഭിനയിക്കണോ, അല്ലെങ്കിൽ ഇവിടുന്ന് തമിഴിൽ പോകുന്നില്ലെങ്കിൽ പോകുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊരു കഥ കേൾക്കുമ്പോൾ കംഫർട്ടബിൾ ആണോ, യു അക്സെപ്റ്റഡ്. ബിക്കോസ് എനിക്ക് അറിയണം ആസ് എ പേഴ്സൺ, എനിക്കിത് ഞാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കാര്യം ഞാൻ, സിനിമയല്ല ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. അപ്പം ആ ഒരു ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അവർ നമ്മളിൽ വെച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണ്, എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവരങ്ങനെ ഒന്നും ചെയ്യില്ല, നമ്മളെ വേദനിപ്പിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. എനിക്ക് തോന്നുന്നത് എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ബേസ് എന്ന് പറയുന്ന ഈസ് അണ്ടർസ്റ്റാൻഡിങ്, വിശ്വാസം അല്ലേ, വിശ്വാസമല്ലേ. അപ്പൊ അവരെനിക്ക് ആ ഒരു ഫ്രീഡം തന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പം എൻ്റെ ഈ യാത്രയിൽ എൻ്റെ അച്ഛൻ എന്നോടൊപ്പം ഇല്ല. എനിക്ക് എൻ്റെ അച്ഛൻ ഇല്ലാതായിട്ട് ഇപ്പോൾ 11 വർഷമായി. പക്ഷെ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ്. അത് ഇന്നലെ നടന്നതുപോലെയുള്ള ഒരു ഇതാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, എൻ്റെ അച്ഛൻ കൂടെ ഉള്ളപ്പോഴും എനിക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫ്രീഡം അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട്. ചിലപ്പം അത് പലതും തെറ്റായിരിക്കാം, പക്ഷെ ആ തെറ്റിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ല, ലേണിംഗ് ഫ്രം ലെസൺ എന്ന് പറയുന്നത് ലൈഫ് ഇറ്റ്സെൽഫ് ടീച്ചേഴ്സ് യു. നമ്മുടെ ഓരോ ഇതിലും ഇതാണ്. അപ്പം എന്നെ എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് എൻ്റെ മെയിൻ തിങ് ഈസ് മൈ പാരൻസ്, പിന്നെ എൻ്റെ സ്കൂളിലുള്ള എൻ്റെ ബേസ്. കോളേജിൽ വരുമ്പോൾ നമുക്ക് ഫ്രീഡമായി, നമ്മളെ ഗൈഡ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഒന്നും ആരും ഇല്ല. പക്ഷേ എൻ്റെ സ്കൂള്, അത് ഞാൻ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ അത് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നിൽ ഏൽപ്പിച്ച ആ ഒരു വിശ്വാസം, നമുക്ക് ആ ഒരു ഫ്രീഡം തരുമ്പോഴേ, നമ്മളെ ഒത്തിരി ഇങ്ങനെ തടസ്സപ്പെടുത്തി ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യായിരിക്കും, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ അതിനെ യൂസ് അല്ല, നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതല്ലാതെ നമുക്കൊരു ഫ്രീഡം, ആ ഒരു വിശ്വാസം വെച്ച് അവർ നമ്മളെ ഗൈഡ് ചെയ്യുമ്പം, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ പോലും അയ്യോ അത് നമ്മളെ അവരെന്നെ വിശ്വസിച്ച് ഇത് ചെയ്തതല്ലേ, അപ്പം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അവരെ ഹേർട്ട് ചെയ്യും എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ചെയ്യാതിരിക്കും. എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് ദ മെയിൻ തിങ്. നമ്മൾ ട്രസ്റ്റാണ് എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ബേസ് ആയിട്ടുള്ളത്. അത് ബ്രദറും സിസ്റ്ററും ആണെങ്കിലും, ഫ്രണ്ട്സ് ആണെങ്കിലും, അച്ഛനും അമ്മയാണെങ്കിലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും, എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിങ്. എവിടെയോ വായിച്ചു, മലയാള സിനിമയെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം, കാരവണിന് മുമ്പും കാരവണിന് ശേഷവും. ആക്ച്വലി ഇന്നിപ്പം ഈവൻ ഒരു കാർ ഒരു വെഹിക്കിളിനെ പറഞ്ഞാലും ഇന്നൊരു ലക്ഷറി അല്ല, ഇറ്റ്സ് വെരി മച്ച് നെസസിറ്റി. പക്ഷെ കാരവണിന് ശേഷം ബന്ധങ്ങൾ ശിഥിലമാകുന്നുണ്ടോ? കാരവണിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പം ഇപ്പൊ ബന്ധങ്ങൾക്ക് എന്ത് വിലയാവുള്ള? ജനറലി ലെറ്റ് us not talk about സിനിമ, കാരവൺ ഒന്നും വേണ്ട. ജനറലി നമ്മുടെ സമൂഹത്തില് ബന്ധങ്ങൾ എന്താണ്? ഒന്നുമില്ല. ഒരു കാര്യം, ഏറ്റവും വലിയൊരു മേഖല എന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് ഇല്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു കാര്യം നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ കൂടുതലും സത്യം കണ്ടുവരുന്നത് ജനറലി. പിന്നെ പണ്ട് നമ്മള് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു അല്ലേ ഇത് ചെയ്യാനായിട്ട്.
പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു, എഴുതുമായിരുന്നു. അപ്പൊ ആ ഒരു എഴുത്ത് അത് ഒരു മാസം കഴിഞ്ഞാണെങ്കിലും കിട്ടിയാലും നമ്മളൊക്കെ അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പിന്റെയും ആ വായിക്കുന്ന ഒരു ഫീൽ, ആ ഒരു അത് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷവും ഒരിതുണ്ട്. പിന്നെ നമ്മള് മീറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്കൊക്കെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം തറവാട്ടിൽ പോവുക, ഓണം വെക്കേഷൻ, സമ്മർ വെക്കേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരിതാണ്. എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക, കസിൻസ് വരും, അപ്പൊ ആഘോഷിക്കില്ല. അവിടെ നമുക്ക് യാതൊരുവിധ കൺട്രോളും ആരും ഒന്നും നോ പറയുന്നില്ല, നമ്മുടെ ലോകമാണ്. അതെ, ഇപ്പൊ അതൊന്നും ഇല്ല, അപ്പൊ ഞാൻ വിചാരിക്കും എന്റെയൊക്കെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ബ്രദേഴ്സിന്റെ നമ്മളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്താണ് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു. ഇപ്പം പാഠങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ എവിടെയെങ്കിലും പോകണം, അല്ലേ? കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം കമ്മിങ് ടു റിലേഷൻഷിപ്പ്, ഈ കാരവണിസത്തിലേക്ക് ഞാൻ വരും. ആക്ച്വലി ഇറ്റ്സ് എ നെസസിറ്റി. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് എ നെസസിറ്റി ഇൻ ദ സെൻസ്. ഇപ്പൊ നമ്മളൊക്കെ ഹീറോയിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സോങ് എടുക്കാൻ ഊട്ടി പോവും, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോവും, രാവിലെ റൂമിൽ നിന്ന് നമ്മൾ ബാത്റൂം പോയി കഴിഞ്ഞാൽ യൂറിനേറ്റ് ചെയ്യാൻ ലേഡീസ് നമ്മൾ ആർട്ടിസ്റ്റ് മാത്രമല്ല, കൂടെയുള്ള ടെക്നീഷ്യൻസിലും ലേഡീസ് ഒക്കെ ഇല്ലേ. അപ്പൊ നമ്മള് ഷോട്ട് കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞാൽ ഈ ഫുൾ ക്രൗഡ് ഫോളോ ചെയ്യില്ലേ നമ്മളെ. ഈവൻ ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ് അത് നമ്മുടെ ആവശ്യങ്ങളിലൊന്നാണ്. അപ്പൊ അതിന് പോലും നമുക്ക് പറ്റാറില്ല, നമ്മളത് കൺട്രോൾ ചെയ്യും. എത്രയോ പേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്റ്റൊമക്ക് ഏക്കോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, നാച്ചുറലി അതുണ്ട്. അപ്പൊ ഇപ്പം ആ ഒരു സൗകര്യമുണ്ട്. പിന്നെ അന്ന് അത് ഇല്ലാത്തോണ്ട് എന്താ പറയാ, ഇപ്പം അതുണ്ടെങ്കിലും അതില്ലെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ കാരവണിൽ ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് മേക്കപ്പ് റൂമിൽ ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് ഇരിക്കാനൊരു സ്ഥലമുണ്ടായിരിക്കും, അവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യുമായിരിക്കും. നമ്മൾ ഷോട്ടിന് വരുമ്പോൾ എല്ലാവരെയും കാണും, സംസാരിക്കും. അതിപ്പോഴും ഉണ്ട്. നമ്മൾ നേരത്തെ ഇവിടുത്തെ പ്രേക്ഷകരുടെ കാര്യം പറഞ്ഞു, ഇതുപോലെയാണ് അതർ ലാംഗ്വേജസ്. ഇപ്പം തെലുഗുല നിറഞ്ഞു നിൽക്കുകയാണ് ഈ എയർപോർട്ടിലും അല്ലെങ്കിൽ അവിടെ ഹോട്ടലിൽ അല്ലെങ്കിൽ അങ്ങനെ അവിടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണ് ആൾക്കാരുടെ റെസ്പോൺസ്? അവർക്ക് സിനിമ എന്ന് പറഞ്ഞ ജീവനാണ്, സത്യം. അത്രയും ക്രേസ് ആണ് അവർക്ക്. ആൻഡ് ദേ റെസ്പെക്ട് ആർട്ടിസ്റ്റ് ഓൾസോ. എല്ലാവരെയും അവർക്കൊരു ഭയങ്കര എന്താ പറയുക, ഒരു ദൈവം പോലെയൊക്കെയാണ് അവർക്ക്. അവരുടെ ഹീറോ വർഷിപ്പ്, അമാനുഷികത്വം ആർട്ടിസ്റ്റുകളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഫീലാണ് അവർക്കുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആന്ധ്രയിൽ പോയി അവർ വിചാരിക്കും ഞാൻ ആന്ധ്രാക്കാരിയാണ്. ആൻഡ് ദേ സ്റ്റാർട്ട് ടോക്കിംഗ് ടു മീ ഇൻ തെലുഗു. അവരുടെ ഇത് പിന്നെയാണ് സംസാരിച്ചു വരുമ്പോഴാണ് മലയാളിയാണെന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പൊ അവര് വിചാരിക്കും ഞാൻ ആന്ധ്രാക്കാരിയാണ്. കർണാടകത്തിൽ പോയി അവർ വിചാരിക്കും അവരെ കൂട്ടത്തിലുള്ളതാണ്, കന്നഡക്കാരിയാണെന്നുള്ള. തമിഴിൽ പലരും വിചാരിക്കും ഞാൻ തമിഴാണ്. ഞാൻ ഡബ് ചെയ്യാറില്ല, എനിക്ക് വോയിസ് കന്നഡ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ബാക്കിയൊന്നും എല്ലാ ഭാഷ നന്നായിട്ട് ഭാഷ അറിയാം, ഞാൻ സംസാരിക്കും, പക്ഷെ ഞാൻ ഡബ് ചെയ്തത് കന്നഡ മാത്രമേ ഉള്ളൂ. പിന്നെ സിബി മലയിൽ സാർ ഇൻസിസ്റ്റ് ചെയ്തിട്ട് നിർബന്ധിച്ചിട്ട് മലയാളത്തിൽ ഇപ്പൊ സൈകൾ പാടുകയാണ്. മറ്റേ ഞാൻ മലയാളം ഡബ് ചെയ്തിട്ടില്ലായിരുന്നു, അതിന് ഞാനാണ് വോയിസ് കൊടുത്തത്. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. അതും ഇപ്പൊ ഏതെങ്കിലും ഒരു പടം നമ്മൾ റിലീസ് ചെയ്ത് അത് ഭയങ്കര ക്ലിക്കായി ആ ക്യാരക്ടറെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള എക്സ്പ്രസ് ചെയ്യണം. അതൊരു നല്ലൊരു ഇതാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന അവരെങ്ങനെ അത് റിസീവ് ചെയ്തു. അപ്പൊ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഈ അടുത്തൊരു തെലുങ്ക് സിനിമ ചെയ്തു, അത് അല്ലു അർജുൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ഞാനും നരേഷുമാണ് അതിനകത്ത് പെയറായിട്ട് അഭിനയിച്ച്, നാനിയാണ് ഹീറോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം അതിനകത്ത് ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു റോള്, കോമഡിയാണത്. അത് ഭയങ്കര ഹിറ്റായി ആ സിനിമ, ഈ ക്യാരക്ടർ ഭയങ്കര ഹിറ്റായി. അപ്പം എന്നെ ആദ്യമായിട്ടാണ് വേറൊരു ഇതിൽ കാണുന്നത്. അപ്പം എനിക്ക് ഏറ്റവും വലിയൊരു അപ്രിസിയേഷൻ, എനിക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എത്രത്തോളം റീച്ചായി എന്ന് തോന്നിയത് 2 ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഒന്ന്, ഞാൻ ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ട്രാവൽ ചെയ്യുമ്പോൾ, ഞാൻ ഹൈദരാബാദ് ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഫ്ലൈ ചെയ്യണം. അപ്പോൾ ഫ്ലൈറ്റിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പം ഒരു വയസ്സായ അമ്മയും അവരുടെ കൂടെ കുറേ പെൺകുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെക്കേഷൻ ടൈമിലാണ്, അവരെവിടെയോ യാത്ര ചെയ്യുന്നതാണ്.
അപ്പോൾ ഈ കുട്ടികൾ എന്നെ മനസ്സിലായിട്ട് ഇവരെന്തൊക്കെയോ ഈ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത എവിടെയോ നിന്ന സമയത്താണെന്ന് തോന്നുന്നു, എവിടെ ഡീപ് ലൈൻ ചെയ്യേണ്ട, അങ്ങനെ ഐ ഡോണ്ട് റിമെമ്പർ ദ സെക്ടർ എവിടെയാണെന്ന്. അപ്പോൾ ഈ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു, എൻ്റെ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറയണു, ഞങ്ങൾ ഒന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. വന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ആ സിനിമ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അവരെന്നെ കാണുമ്പോൾ ചിരിക്കുക എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ്. അതിൽ പല സീനും ഈ ക്യാരക്ടറോട് ഭയങ്കര ഇഷ്ടം തോന്നും, ഭയങ്കര ചിരിപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് ഭയങ്കര ചിരി. അപ്പം ഞാനിത് നോട്ട് ചെയ്ത് ഇവരെന്നെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് പറഞ്ഞത് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇതാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ഇവിടുന്ന് ഹൈദരാബാദ് ട്രാവൽ ചെയ്യുമ്പോൾ, അപ്പോൾ വയ ചെന്നൈയാണ് ആ ഫ്ലൈറ്റ് പോകുന്നത്. അപ്പോൾ എൻ്റെ വിൻഡോ സീറ്റും എൻ്റെ അടുത്ത് 2 കുട്ടികളാണ്, ആൺകുട്ടികൾ. അപ്പോൾ ഒരാൾ 8th സ്റ്റാൻഡേർഡിലും ഒരാൾ 7th സ്റ്റാൻഡേർഡിലുമാണ് പഠിക്കുന്നത്. അപ്പോൾ തെലുഗു ബോയ്സാണ് അവർ. അപ്പോൾ അവരിവിടെ എന്തോ വെക്കേഷന് വന്നതാണ്, അവർ തിരിച്ചു പോവാം. അപ്പോൾ ഇവരിങ്ങനെ കുശുകുശുക്കുന്നുണ്ട്, എനിക്ക് കേൾക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരായിട്ട് സംസാരിക്കട്ടെ. ടോപ്പിക് ആ സിനിമയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ചെന്നൈയിൽ നിർത്തിയപ്പോൾ അപ്പുറത്തിരുന്ന ആൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആൾ ചോദിച്ചു, മാം ഈ സിനിമയിൽ അഭിനയിച്ച ഇതല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞു എടുത്തോ. സെൽഫി എടുത്തു. ഇവൻ ആ സിനിമ 10 പ്രാവശ്യം കണ്ടിരിക്കുന്നു. എന്നിട്ട് എൻ്റെ എല്ലാ ഡയലോഗും ബൈ ഹാർട്ടാണ്. അപ്പൊ എനിക്കങ്ങ് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ ഏജ് ഡിഫറൻസ് ഇല്ലാതെ കുട്ടികളിൽ ഇരുന്ന് ഡിഫറൻസ് ഇല്ലാതെ നമ്മളോട് ബിഹേവ് ചെയ്യുമ്പോൾ അല്ല, ആ ക്യാരക്ടറിനെ എല്ലാരും മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അല്ല, അത് അവർ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തല്ലോ. അതെ, അതാണ് നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഭയങ്കര സന്തോഷം. അത് അതർ ലാംഗ്വേജസ് നമ്മൾ സിനിമ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും നമ്മളടുത്ത് ആ ഒരു അപ്രീസിയേറ്റ് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇറ്റ് മേക്സ് യു ഹാപ്പി. വിൻഡോ സീറ്റ്, ഫ്ലൈറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ യാത്ര എന്ന് പറഞ്ഞപ്പോൾ 2009 നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്ത് ഹൈദരാബാദ്. ഞാനന്ന് അവാർഡിന് പോകുന്ന സമയത്ത് അപ്പം നമ്മൾ തമ്മിൽ ഒരുപാട് ഡിസ്കഷനിലെത്തി. ഞാൻ ഒരു ചോദ്യം ഇവിടെ വേണ്ടാന്ന് വിചാരിക്കുകയും ചെയ്തു. എഗെയിൻ ഈ ഒരു സിറ്റുവേഷൻ എന്നെ ആ ചോദ്യം ചോദിപ്പിക്കാൻ എന്നെ ഫോഴ്സ് ചെയ്യാം. അന്ന് എന്നോട് പറഞ്ഞ, ഓക്കെ സിതാര കല്യാണം കഴിക്കുന്നില്ലേ? നീ നോക്കിക്കോ. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ഇതുവരെ കിട്ടി. ഞാനും നോക്കിയിട്ട് കിട്ടിയില്ല. എന്റെ ആൻസർ അവിടെ തന്നെ പറഞ്ഞില്ലേ. ബട്ട് വാട്ട് ഈസ് യുവർ മാൻലി കോൺസെപ്റ്റ്? അല്ല, നമുക്ക് വേറെ ഇന്റർവ്യൂവിൽ നല്ല കാര്യങ്ങൾ നല്ല ടോപ്പിക് ഒത്തിരി ഡിസ്കസ് ചെയ്തല്ലോ. എന്റെ മാരേജ് ഇസ് നോട്ട് ആൻ ഇഷ്യൂ അറ്റ് ഓൾ. അത് നടക്കുമ്പോ നടക്കും. എന്നാലും ഈ വർഷങ്ങൾ ഞങ്ങൾക്ക് ഒരു സദ്യ കിട്ടൂ. ഞാൻ ഇനി നോക്കിക്കൊണ്ടേ ഞാൻ ഇപ്പൊ നാളെ വേണമെങ്കിലും തരാം. എന്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഞാൻ തന്നെ പറയാം, വി നീഡ് എ ഗുഡ് കമ്പാനിയൻ അല്ലേ? അല്ല, എന്താ വാട്ട്സ് യുവർ മാൻലി കോൺസെപ്റ്റ്? I agree to that point, you know. നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആരാണോ, ഫസ്റ്റ് എൻ്റെ കൺസെപ്റ്റിൽ ഹി ഷുഡ് ബി എ വെരി ഗുഡ് ഫ്രണ്ട്, എ ഗുഡ് കമ്പാനിയൻ. That's what matters, and lot of understanding should be there. Correct. Because എൻ്റെ ഫീൽഡ് ഇതാണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ വിശ്വാസമല്ല, തീർച്ചയായിട്ടും എന്താ പറയണ്ടേ, ഞാൻ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. ഈ വർഷം നമുക്ക് സദ്യ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പോസിറ്റീവ് വിശ്വാസം ശരിയാവട്ടെ. യു ഹാവ് എ ഡിഫറെൻറ്റ് ലുക്ക് ഇൻ ഡിഫറെൻറ്റ് ആക്ടർ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ സിതാര നമ്മുടെ കൂടെ സ്കേർട്ടും ബ്ലൗസും ഇട്ട് വരുന്നു. അപ്പോൾ കാണുമ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്. എഗെയിൻ പിന്നെ വരുമ്പോൾ ഒരു കാഷ്വലായിട്ട് വരുമ്പോൾ ഒരു വൈറ്റ് കുർത്തിയും ബ്ലൂ ജീൻസും, അത് കഴിയുമ്പോൾ ഒരു ചുരിദാർ ഇട്ട്. യുനോ, ഓരോ ആക്ടറിലും വളരെ ഡിഫറെൻ്റ് ലുക്കാണ് സിതാരയ്ക്ക്. അപ്പം എത്രത്തോളം ഷോപ്പർഹോളിക്കാണ്, ഇവിടുന്നാണ് ഇതെല്ലാം ഒപ്പിക്കുന്നത്? അല്ല, ഷോപ്പിംഗ് എനിക്ക് മിക്കവാറും എൻ്റെ സമയം മുഴുവൻ ഹൈദരാബാദും ബാംഗ്ലൂരും ആയതുകൊണ്ട് അവിടെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ബ്രദർ ഒരാൾ UK യിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുമ്പം കുറേ മോഡേൺ ഡ്രസ്സസൊക്കെ അവിടെ നിന്നും പർച്ചേസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇറ്റ് ഓരോ ഇപ്പൊ ട്രാവലിങ്ങിന് എന്താണോ ഈസി അതിനനുസരിച്ചായിരിക്കും സിറ്റുവേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്യാന്നുള്ളതാണ് ഒരു വലിയ ഫാഷൻ കോൺസെപ്റ്റ് അല്ലേ? അതുമല്ല, ഞാൻ എപ്പോഴും I like to dress up very simple and elegant. Gorgeous. പറയാതിരിക്കാൻ. Thank you. ബ്രദറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിൽ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, അവിടെ വെച്ചിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള
പടങ്ങൾ അനിയൻ വരച്ചതാണ്. ഇപ്പോഴും വരയ്ക്കുമോ അനിയൻ? വരയ്ക്കും, എൻ്റെ ബ്രദർ വരയ്ക്കും. എനിക്ക് 2 ബ്രദേഴ്സാണ്. ഞാൻ മൂത്തത്, എൻ്റെ അടുത്ത ബ്രദറാണ് ഈ വരയ്ക്കുന്ന ഇത്. എൻ്റെ അമ്മയുടെ അച്ഛൻ നന്നായിട്ട് പടം വരയ്ക്കുന്ന ആളായിരുന്നു. അപ്പോൾ അത് ഹെറിഡിറ്ററി ആണെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും എൻജോയ് ചെയ്യും അനിയൻ എന്ന് വെച്ചാൽ? അവനിഷ്ടം അതാണ്, ചെയ്യുന്നതും അത് തന്നെയാണ്, പെയിൻറ്റിങ് ആണ്. ഒത്തിരി പടങ്ങൾ വരച്ചതുണ്ട്. ഏറ്റവും ഇളയ ബ്രദറാണ് UK ഉണ്ടെന്നുണ്ട്, ഡോക്ടറാണ്. എപ്പോഴും നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പോയ ഒരു അക്ലിമറ്റൈസേഷൻ വേണം. അതിന് 12 ദിവസം എടുക്കും, 14 ദിവസം എടുക്കും. സിത്താരയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് SMS ചെയ്യുമ്പോൾ യെസ് ഞാൻ നാളെ വരും, എഗെയിൻ ഇല്ല ഞാൻ വന്നില്ല, ഞാൻ ബാംഗ്ലൂർ, നോ ഐ എം ഹൈദരാബാദ്, യു കീപ്പ് ഓൺ ട്രാവലിംഗ്. അപ്പം ഈ കാലാവസ്ഥ എങ്ങനെ ഇതൊക്കെ ഇപ്പോഴത്തെ അത് എത്രത്തോളം സ്കിൻ കെയർ ചെയ്യും, എങ്ങനെ അതിനൊക്കെ പറ്റും? ആ കാലാവസ്ഥ നമ്മൾ എത്രത്തോളം കെയർ ചെയ്താലും നമ്മളെ അത് ടാനൊക്കെ വരും, നമ്മളെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ടാനുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് പറയുക വേണ്ട. 2 മിനിറ്റ് സണ്ണിൽ നിന്നാൽ ടാനാവും. പിന്നെ അതിനനുസരിച്ച് കെയർ നമ്മൾ എടുക്കണം. ഇതിപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോഴും നമുക്ക് സൺ ടാൻ പ്രിവെൻറ്റീവ് ക്രീം ഉണ്ടല്ലോ, അതിട്ടിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ ഫിലിം അല്ല, ഇറ്റ് ഹാസ് ബിക്കം ഡിജിറ്റലൈസ്ഡ്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റും ഒക്കെ പണ്ടത്തെ പോലത്തെ ഫിലിമിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അത്രയും ഹെവി ലൈറ്റ്സ് ഒന്നും ആവശ്യമില്ല. അത്രയും ഹെവി ലൈറ്റ്സും ഫിലിമുമായിരുന്നപ്പോൾ ഉള്ള മേക്കപ്പിൻ്റെ ഇതുപോലെ മേക്കപ്പും ഇപ്പോൾ ആവശ്യമില്ല. സോ ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന, അൺലെസ് ഇറ്റ് ഈസ് സംതിങ് പെർട്ടിക്കുലർ, അല്ലെങ്കിൽ എല്ലാവരും നാച്ചുറൽ സ്കിൻ ടോൺ തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നോ നീഡ് ഓഫ് മച്ച് മേക്കപ്പ്. പക്ഷേ ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ നമ്മളെ ബാധിക്കും, സ്കിന്നിനെ എനിക്കും ബാധിക്കാറുണ്ട്. പിന്നെ അതിനനുസരിച്ച് കെയർ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ചെന്നൈയിലും ഹൈദരാബാദിലും, പിന്നെ ഹൈദരാബാദ് മാത്രമല്ലല്ലോ, തെലുഗു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെയും ട്രാവലിംഗ് ഉണ്ട്. അതെ, ആന്ധ്രയിൽ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യണം, കർണാടകയിൽ ത്രൂ ഔട്ട് പല സ്ഥലങ്ങളിലാവും. അപ്പോൾ വെള്ളം മാറുമ്പോൾ തീർച്ചയായിട്ടും അത് മുടിയെ ബാധിക്കും, സ്കിന്നിനെ ബാധിക്കും. അവിടെയും അസൂയുണ്ട്. മുടിയെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുടി വളരാനൊക്കെ ഒരു ചെറിയ പ്രായം ഉണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. വളർന്ന് പ്രായമില്ലാത്തതുകൊണ്ടായിരിക്കും അതെന്റെ മുടിയെ ബാധിക്കാത്ത. പക്ഷെ ഇത് ഹെറിഡിറ്ററി, എൻ്റെ അമ്മയുടെ കുടുംബത്തിലുള്ള. വീണ്ടും നമ്മൾ മലയാളത്തിലോട്ട് വരികയാണെങ്കിൽ സിത്താര ചെയ്തു വെച്ച ഒത്തിരി സിനിമകൾ ശരിക്കും ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. PN മേനോൻ സാറായാലും, അരവിന്ദേട്ടനായാലും, ലെനിൻ സാറായാലും, മഴവിൽ കവടി, അങ്ങനെ എത്ര സിനിമകൾ എത്രത്തോളം മെമ്മറൈസ് ചെയ്യുന്നു. നമ്മൾ ആ കാലം കഴിഞ്ഞു. ബട്ട് സിനിമ എന്ന് പറഞ്ഞാലും കാലത്തെ അതിജീവിക്കുന്നതാണ് സിനിമ. നമുക്ക് ഇന്ന് TV-യിൽ വരുമ്പോഴും നമുക്ക് ആ എവർ ഗുഡ് ഫീലാണ്. അത് ആ സിനിമയുടെ ഇത് തന്നെയല്ലേ, നമുക്ക് ആ കഥാപാത്രം എനിക്കാവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ, ഇപ്പം ഈ പറഞ്ഞ പേരുകൾ തന്നെ ദർ ഓൾ ലെജൻഡറി ഫിലിം മേക്കേഴ്സ് അല്ലേ. ഇപ്പം ചമയം ഭരതൻ സാറിൻ്റെ, മഴവിൽ കാവടി സത്യനന്ദിക്കാട് സാറിൻ്റെ, ജാതകം സുരേഷ് ഉണ്ണിത്താൻ എഴുതുന്നത്. അപ്പം നല്ല കഥാപാത്രങ്ങൾ. അപ്പോൾ ആ കഥകൾ, അതിൻ്റെ സ്ക്രീൻ പ്ലേ, അതിൻ്റെ മേക്കേഴ്സ്, അവർക്കാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി. അപ്പം നമുക്ക് അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതുകൊണ്ടും, നല്ല കഥ വരുമ്പോഴല്ലേ എപ്പോഴും ഓർക്കുക, നല്ല സിനിമ, നല്ല കഥകളല്ലേ നമ്മൾ ഓർക്കുന്നത്. അപ്പം അങ്ങനത്തെ സിനിമയിൽ നമ്മൾ ഭാഗമാകാൻ കഴിഞ്ഞതുകൊണ്ട്, നല്ല പാട്ടുകൾ അല്ലേ, ഈവൻ സൈകൾ പാടുകയിൽ വരെ നല്ല, ഏറ്റവും അവസാനം ചെയ്ത സിനിമയിൽ വരെ നല്ല പാട്ടുണ്ട്. രാജഹംസമേ, പെട്ടെന്ന് നമുക്ക് സിത്താര നടന്നു വരുമ്പോ ടൈറ്റിൽ സോങ് കൊടുക്കാൻ പലരും പ്രോഗ്രാമിന് വിളിച്ചിട്ട് അതാണ് ഇടാറുള്ളത്, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. പള്ളിത്തേരുണ്ടോ? അതെ, നല്ല സോങ്. സ്കൂൾ എവർ മെമ്മറി ആയിട്ടും സ്കൂളിലെ സപ്പോർട്ടും ഒക്കെ പറഞ്ഞു. ബട്ട് ആരോട് ചോദിച്ചാലും കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് റിട്രീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോളേജ് ലൈഫ് എന്ന് പറയും. പക്ഷേ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ, നമ്മളൊരു താരമൊക്കെ ആണെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ, അങ്ങനെ താരമായിട്ടൊക്കെ കോളേജിൽ പോകുമ്പോൾ എങ്ങനെയായിരുന്നു കോളേജിലെ ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ സ്കൂളിനെ കുറിച്ച് കൂടുതൽ പറയാൻ കാര്യം എന്തു പറഞ്ഞാൽ, ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും സിനിമയിൽ വന്നതും ഒക്കെ സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് കോളേജിൽ വന്നു. പക്ഷേ പ്രസന്റ് ഡേയ്സിനെക്കാട്ടിലും കൂടുതലും ആബ്സെന്റ് ഡേയ്സ് ആയിരുന്നു എനിക്ക്. അപ്പോഴത്തേക്കും സിനിമയിൽ അങ്ങ് തിരക്കായല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പോവുക, എക്സാമിനേഷൻ. അതെ, എക്സാമിനേഷൻ. പക്ഷെ പെർമിഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഡിഗ്രിക്ക് പോകാൻ പറ്റിയില്ല. ഡിഗ്രി വന്നിട്ട് കറസ്പോണ്ടൻസ് കോഴ്സ് ചെയ്യാം. ഞാൻ ചേർന്നത് സെക്കൻഡ് ഗ്രൂപ്പിനാണ്.
അപ്പം ഒരുപാട് ആബ്സെൻറ്റ് ഡേയ്സ് ആവുന്നത് കൊണ്ട് അത് പറ്റില്ലല്ലോ, നമുക്ക് റെക്കോർഡ് വരയ്ക്കണം, അങ്ങനെ അതിനകത്ത് പഠിക്കാനത് പോയല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ 3rd ഗ്രൂപ്പിലേക്ക് മാറി, കാരണം എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലിറ്ററേച്ചർ എടുക്കാം ഡിഗ്രിക്ക് എന്നുള്ള ഒരു ഇതിൽ. പക്ഷെ അപ്പോഴത്തേക്കും പുതുവർത്തങ്ങൾ വന്നു, പിന്നെ നോ ലുക്കിംഗ് ബാക്ക്. അപ്പോൾ അതുകൊണ്ട് +1 +2 പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഇത് ചെയ്തു, ക്ലാസ്സോടെ പാസ്സായി. ഡിഗ്രി കറസ്പോണ്ടൻസ് ചെയ്യാം, ലിറ്ററേച്ചർ ചെയ്യാം എന്നൊക്കെ ഇരുന്നെങ്കിലും പിന്നെ പറ്റിയില്ല. പിന്നെ പഠിച്ചത് മുഴുവൻ ഡയലോഗ്സാണ്. എന്നുവെച്ചാൽ വേറെ ഭാഷയിലേക്ക് പോകുമ്പോഴത്തേക്കും അടുത്ത ദിവസത്തേനുള്ള ഇതെല്ലാം പഠിക്കണമല്ലോ. അപ്പം നമ്മൾ ഭയങ്കര പ്രിപ്പറേഷനാണല്ലോ, ഹോംവർക്ക്. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറയും, ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ പഠിക്കുന്ന കോളേജിൽ പോയിരുന്നെങ്കിൽ എന്ന് അച്ഛൻ പറയുമായിരുന്നു എപ്പോഴും. സോ അതുകൊണ്ട് സിനിമയിൽ തിരക്കായത് കാരണം പഠിത്തം ഡിസ്കണ്ടിന്യൂ ആയി. അതെനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം, ആഗ്രഹിക്കാതെ പഠിക്കണമെന്നായിരുന്നല്ലോ. അതെ, അപ്പം അതുകൊണ്ട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ബട്ട് ഒരു സിനിമ എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ദ ഡേ സംവിധായകനാണ് സർവ്വ സ്വാതന്ത്ര്യവും എന്ന് പറഞ്ഞാലും ഒരുപാട് ആൾക്കാരുടെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഈ ടൈം മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെ ബാധിക്കും? എത്രത്തോളം എല്ലാവരും അത് കീപ്പപ്പ് ചെയ്യും? അല്ല, ഇപ്പം തെലുങ്ക് ഞാൻ കൂടുതലും എനിക്ക് ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്യുന്ന മോസ്റ്റ്ലി നമ്മുടെ കോൾ ഷീറ്റ് ടൈം എന്ന് പറയുന്ന രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെ ആയിരിക്കും. അല്ല, ഇനി അവർക്ക് എന്തെങ്കിലും നൈറ്റ് എഫക്റ്റ് എടുക്കാനുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 9 മണി വരെ ആയിരിക്കും, 2 to 9 ആയിരിക്കും. അല്ല, ഇനി നൈറ്റ് മാത്രമാണെങ്കിൽ അവർ വൈകുന്നേരം 6 തൊട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 വരെ ആയിരിക്കും. അപ്പോൾ അവർ നമ്മൾ ദേ പ്ലാൻ വേ ഹെഡ്, ഒരുപാട് മുന്നേ തന്നെ നമുക്ക് ഷെഡ്യൂൾ അവർ തരും. പിന്നെ കുറച്ച് കൂടുതൽ ദിവസം എടുക്കും, കൂടുതൽ സ്പാൻ ഓഫ് ടൈം എടുക്കും. ഇവിടുത്തെ പോലെ ഇപ്പം ഇവിടെ 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 40 ഡേയ്സ് കൊണ്ട് 2-3 മാസം കൊണ്ട് തീരും. അവിടെ ഇറ്റ് മേ ടേക്ക് 5 to 6 months ഡിപ്പെൻഡിങ് ഓൺ എങ്ങനെയാണ് ബിഗർ പ്രോജക്റ്റും വലിയ ഹീറോസിൻ്റെ ഒക്കെ പടം ചെയ്യുമ്പോൾ അത്രയും സമയം എടുക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ടോക്കിയൊക്കെ എടുത്തിട്ട് മേ ബി ഇപ്പം ചില സിനിമകളിൽ വന്നിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ലണ്ടനിൽ പോയിരുന്നു ഒരു പടത്തിൻ്റെ, ഇതേ NTR ജൂനിയറിൻ്റെ പടത്തിന്. വി ഹാഡ് സീൻസ് ദെയർ, അവിടെ താമസിക്കുന്ന ഒരു ഫാമിലി പോലെ. അപ്പം അത് ഒരു ടൈമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സിനിമയൊക്കെ 6-7 മാസം എടുക്കും തീരാനായിട്ട്. പക്ഷേ ദേ ആർ വെൽ പ്ലാൻഡ്. നമുക്ക് നേരത്തെ ഷെഡ്യൂൾ പറയും, ടൈമിംഗ് പറയും. അല്ല, ഇനിയിപ്പോൾ അവർക്ക് നൈറ്റ് ഇത് പോകണമെങ്കിൽ ദേ വിൽ കം ആൻഡ് ആസ്ക് യു, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകാമോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അല്ലാതെ ഇങ്ങനെ ഡേ ആൻഡ് നൈറ്റ് അവിടെ അങ്ങനെ വർക്ക് ചെയ്യാറില്ല. ഈവൻ സ്ക്രിപ്റ്റ് പോലും അവരിപ്പം ഇപ്പം എൻ്റെ സീൻസൊക്കെ തന്നെ എനിക്ക് തെലുങ്കിലുള്ള സീൻസ് അവർ എനിക്ക് മെയിൽ ചെയ്യും. എൻ്റെ ഡയലോഗ്സൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ആ സീൻ ഫുള്ളായിട്ട് ഇംഗ്ലീഷിൽ ഇത് ചെയ്തിട്ട് അപ്പം നമുക്കും പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. ചില കമ്പനീസിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് മുമ്പ് ഒരു റീഡിങ് തരും നമുക്ക്. ഫുൾ സിനിമയുടെ ഫുൾ സ്ക്രിപ്റ്റ് റെഡി ആയിരിക്കും, അവരതിനൊരു റീഡിങ് തരും. അപ്പം നമുക്ക് ഇറ്റ് മേക്സ് അവർ ജോബ് ഈസി. യെസ്, എത്ര സമയം പോയതേ അറിഞ്ഞില്ല സിത്താര. ഒരു ഇന്റർവ്യൂവിനപ്പുറം കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. Thank you so much. Same here. ഒന്നും പറയാനില്ല. Enjoyed a lot and thank you so much.